Good morning. Today we are going to discuss about various characteristics of a developed money market. Various characteristics of a developed money market. അപ്പോൾ എന്തൊക്കെയാണ് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്കറിയാം ചില രാജ്യങ്ങളിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് അത്ര തന്നെ ഡെവലപ്ഡ് ആയിരിക്കില്ല. എന്നാൽ മറ്റു ചിലയിടത്താണെങ്കിലോ ഹൈലി ഡെവലപ്ഡ് ആയ മണി മാർക്കറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്, ഇമ്പോർട്ടൻസ് പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, ഒരു ഡെവലപ്ഡ് അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇക്കോണമിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇക്കോണമിയുടെ ഡെവലപ്മെന്റിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഡെവലപ്ഡ് മണി മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു എഫിഷ്യന്റ് മണി മാർക്കറ്റ് എന്നുള്ളത്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഡെവലപ്ഡ് എഫിഷ്യന്റ് മണി മാർക്കറ്റിന് ഉണ്ടാകേണ്ടത് എന്നുള്ളത് നോക്കാം. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഡെവലപ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം. നമുക്കറിയാം ഷോർട്ട് ടേം ഫണ്ട്സിന്റെ സ്ഥിര കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ് സെൻട്രൽ ബാങ്കിന്റെ മണി മാർക്കറ്റിലെ മറ്റു പാർട്ടിസിപ്പൻസിന്റെ ഇടയിൽ ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഡെവലപ്ഡ് ആണെങ്കിൽ, അത് ഓർഗനൈസ്ഡ് ആണെങ്കിൽ മാത്രമേ മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആയിട്ട് മാറുന്നുള്ളൂ. കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഡെവലപ്ഡ് ആയിരിക്കണം, ഓർഗനൈസ്ഡ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആയിട്ട് മാറുന്നുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക്. ഒരു മണി മാർക്കറ്റിൽ, ഡെവലപ്ഡ് മണി മാർക്കറ്റിൽ എപ്പോഴും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. അപ്പോൾ മണി മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാനും അതിന് വേണ്ട ഡയറക്ഷൻസ് കൊടുക്കാനും ആവശ്യമായ ഒന്നാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഈ സെൻട്രൽ ബാങ്ക് ഓഫ് സീസൺസ് ആവുമ്പോൾ സർപ്ലസ് മണി അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ ബിസി സീസൺ ആണെങ്കിൽ അഡീഷണൽ ഫണ്ട് മണി മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെൻട്രൽ ബാങ്ക്. ഇതെല്ലാം ചെയ്യുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസിലൂടെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ബാങ്കേഴ്സ് ബാങ്ക് ആയതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന്റെ റിസർവ്സ് കീപ്പ് ചെയ്യുന്നത് ഈ സെൻട്രൽ ബാങ്ക് ആണ്. അതേപോലെ തന്നെ അഡീഷണൽ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നതും സെൻട്രൽ ബാങ്ക് തന്നെയാണ്. അതേപോലെ തന്നെ മണി മാർക്കറ്റിലും സർപ്ലസ് ക്യാഷ് ഉണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്യുന്നു. അഡീഷണൽ ഫണ്ട് ആവശ്യമുള്ള സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ സെൻട്രൽ ബാങ്ക് ആണ്. അപ്പോൾ ഒരു മണി മാർക്കറ്റിന് എപ്പോഴും പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു സെൻട്രൽ ബാങ്കിന്റെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ സപ്പോർട്ട് ഇല്ല എങ്കിൽ മണി മാർക്കറ്റിന് ഒരിക്കലും അതിന്റെ ഫങ്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സബ് മാർക്കറ്റ്സ്. മണി മാർക്കറ്റിൽ ഒരുപാട് സബ് മാർക്കറ്റ്സ് വരുന്നുണ്ട്. ഈ സബ് മാർക്കറ്റ്സിലെല്ലാം തന്നെ വരുന്ന ഇൻസ്ട്രുമെന്റ്സിന് കാലാവധിയിൽ വ്യത്യസ്തമായിരിക്കും. കാലാവധി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. ചിലതില് 6 മാസമാണെങ്കിൽ ചിലതില് 9 മാസം, അങ്ങനെ മെച്യൂരിറ്റിയിൽ വ്യത്യസ്തതയുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് ഈ സബ് മാർക്കറ്റ്സിലെല്ലാം തന്നെ വരുന്നത്. അപ്പോൾ ഈ സബ് മാർക്കറ്റ്സിന്റെ എണ്ണം കൂടുന്തോറും മണി മാർക്കറ്റിന്റെ സ്ട്രക്ചറിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതൊന്നുകൂടി ബ്രോഡർ ആകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സബ് മാർക്കറ്റ്സ് എപ്പോഴും ഇന്റർ റിലേറ്റഡും ഇന്റഗ്രേറ്റഡും ആയിരിക്കണം. അപ്പൊ അവിടെ യാതൊരു കോർഡിനേഷനോ ഇന്റഗ്രേഷനോ ഇല്ല എങ്കിൽ ഓരോ സബ് മാർക്കറ്റിലും ഓരോ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ സബ് മാർക്കറ്റ്സിന്റെ എണ്ണം കൂടുതലായിരിക്കണം, ഇവ തമ്മിൽ ഒരു കോർഡിനേഷനും ഇന്റഗ്രേഷനും ഇന്റർ റിലേഷനും ഒക്കെ ഉണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റ് നിലനിൽക്കണമെങ്കിൽ അവിടെ ഒരുപാട് നിയർ മണി അസറ്റ്സ് അവൈലബിൾ ആയിരിക്കണം. ഈ അസറ്റ്സ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ സെക്യൂരിറ്റീസ് പോലെ തന്നെ ഒരുപാട് പാർട്ടിസിപ്പൻസും ഇവിടെ ഉണ്ടായിരിക്കണം, മണി മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ ആ മണി മാർക്കറ്റ് ഒന്നുകൂടി ഡെവലപ്ഡ് ആയിട്ട് മാറുന്നുള്ളൂ. ഇനി അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഒരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ഈ സെക്കൻഡറി മാർക്കറ്റ് കൂടി മണി മാർക്കറ്റിന്റെ സക്സസിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡറി മാർക്കറ്റ് ഡെവലപ്ഡ് ആണെങ്കിൽ ഈ ഇൻസ്ട്രുമെന്റ്സിന്റെ ട്രേഡിങ്ങും ഒന്നുകൂടി ആക്റ്റീവ് ആകുന്നുണ്ട്. അതാണ് എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന് ഒരു ആക്റ്റീവ് സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടായിരിക്കണം, എങ്കിൽ മാത്രമേ മണി മാർക്കറ്റും സക്സസ് ആകുന്നുള്ളൂ. മണി മാർക്കറ്റിലെ ഇൻസ്ട്രുമെന്റ്സിന്റെ ട്രേഡിങ്ങും ആക്റ്റീവ് ആകുന്നുള്ളൂ. ഇനി ആറാമത്തെ ഘടകം എന്ന് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ആംബിൾ റിസോഴ്സസ്. ഈ മണി മാർക്കറ്റിലെ സബ് മാർക്കറ്റിന് അതിന്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കണമെങ്കിൽ സഫീഷ്യന്റ് ഫണ്ട് ആവശ്യമാണ്. ആ ഫണ്ട് ചിലപ്പോൾ രാജ്യത്തിനുള്ളിൽ നിന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നതായിരിക്കാം.
എങ്ങനെയാണെങ്കിലും ആവശ്യത്തിനുള്ള ഫണ്ട് ഉണ്ടായിരിക്കണം. ഒരു അണ്ടർ ഡെവലപ്ഡ് മണി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിനുള്ള ഫണ്ട് അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ സഫീഷ്യന്റ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ മണി മാർക്കറ്റിന്റെ ഫംഗ്ഷനിങ് ഒന്നുകൂടി സ്മൂത്ത് ആവുള്ളൂ, ഒന്നുകൂടി എഫിഷ്യന്റ് ആവുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഫണ്ട് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആയി മാറുന്നുള്ളൂ. ഇനി ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട്സ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട്സ്. ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട്സ്. മണി മാർക്കറ്റിൽ ഫണ്ട് സപ്ലൈ ചെയ്യാനും ആളുണ്ടായിരിക്കണം, അത് ഡിമാൻഡ് ചെയ്യാനും ആളുണ്ടായിരിക്കണം. സെക്യൂരിറ്റീസ് സപ്ലൈ ചെയ്യാനും അത് ഡിമാൻഡ് ചെയ്യാനും ആളുണ്ടായിരിക്കണം. അത് നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസിനെയും അതേപോലെ തന്നെ ഗവൺമെന്റ് പോളിസീസിനെയും RBIയുടെ മോണിറ്ററി പോളിസീസിനെയും അനുസരിച്ചിട്ടാണ് ഈ ഡിമാൻഡും സപ്ലൈ ഉണ്ടായിരിക്കുക. അപ്പോൾ ആവശ്യത്തിനുള്ള ഡിമാൻഡും സപ്ലൈ ഉണ്ടെങ്കിൽ മാത്രമേ മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആകുന്നുള്ളൂ. അതിനുള്ള ഡെവലപ്ഡ് ആകാനുള്ള ഒരു പ്രീ റിക്വസ്റ്റ് ആണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഫണ്ട് എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തെ അതർ ഫാക്ടേഴ്സ്, മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. മറ്റു ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വോളിയം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ട്രേഡ് സൈക്കിൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റു ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ കൂടി മണി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരുന്നത്. ഇന്ന് നമ്മൾ ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ഒരു മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഒന്നാമത്തെ, ഹൈലി ഡെവലപ്ഡ് കൊമേഴ്ഷ്യൽ ബാങ്കിങ് സിസ്റ്റം ഉണ്ടായിരിക്കണം, ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കണം, സബ് മാർക്കറ്റ്സ് ഉണ്ടായിരിക്കണം, ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് അവൈലബിൾ ആയിരിക്കണം, ഒരു സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടായിരിക്കണം, പിന്നെ ആവശ്യത്തിനുള്ള റിസോഴ്സസ് ഉണ്ടായിരിക്കണം, ഫണ്ടിന്റെ ഡിമാൻഡും സപ്ലൈ ഉണ്ടായിരിക്കണം. അതുകൂടാതെ മറ്റ് ഫാക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, വോളിയം ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി, ട്രേഡ് സൈക്കിൾ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, പ്രൈസ് സ്റ്റെബിലൈസേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സും ഈ മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആവാൻ ആവശ്യമാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.